ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ സർപ്രൈസസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ഓക്കെ, നിങ്ങളൊരു കാര്യത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ്. അതെപ്പോൾ നടക്കും, എപ്പോൾ നടക്കും എന്ന കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷേ ആ ഒരു ഡെസ്റ്റിനിയിൽ നിങ്ങൾ എത്തിച്ചേരും. പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കും. അതായത് ചിലപ്പോൾ ഒരു ഡ്രീം ജോലി ആയിരിക്കാം, ചിലപ്പോൾ ഒരു സ്ഥലം മേടിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ചിലപ്പം ഒരു ക്വാളിറ്റി പ്ലേസിലോട്ട് നിങ്ങൾ മാറി താമസിക്കുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് നടക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. മിറാക്കിൾ ഒക്കെ ഒരു സ്പിരിച്വലി നിങ്ങൾ കുറേയും കൂടെ അവേക്കനിങ് ആവുന്നുണ്ട്. നിങ്ങൾ കുറേയും കൂടെ പല കാര്യങ്ങൾ, ചിലപ്പം നിങ്ങൾ ധ്യാനത്തിലായിരിക്കാം, ചിലപ്പം മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യത്തിലോട്ടൊക്കെ നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിലൊരു നല്ലൊരു ഫ്യൂച്ചറാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു ജീവിതത്തിലോട്ട് നിങ്ങൾ എത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്പിരിച്വലി ഒക്കെ കൂടുതൽ കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് തന്നെ പറയുന്നത്. നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വളരെ പെട്ടെന്നെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സമയം എടുക്കും. കാരണം ആ ഒരു നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലോണം അറിയാമല്ലോ. സോ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ചിലവരൊക്കെ പ്രോപ്പർട്ടീസൊക്കെ മേടിക്കാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങളിപ്പോൾ വളരെ മോശം ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും, ചിലപ്പോൾ നിങ്ങളൊരു വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അയ്യോ, എനിക്കൊരു വീട് മേടിക്കാൻ പറ്റുമോ എന്ന് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട. പക്ഷേ ഈ സിറ്റുവേഷൻസൊക്കെ മാറി വരും. ഓക്കെ, ഈ കലക്കവെള്ളമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല തെളിനീരായിട്ട് തന്നെ വരും. സോ ട്രസ്റ്റ്, വിശ്വസിക്കുക. നിങ്ങൾ മുമ്പോട്ട് ഒരിക്കലും നിങ്ങളുടെ ഇമോഷണലി ചിലവരൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരാണ്, നമുക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റത്തില്ല, എനിക്കൊന്നുമില്ലേ എന്നൊക്കെ ഡെയിലി നിങ്ങളുടെ അമ്മമാരായിരിക്കും, ചിലപ്പോൾ അച്ഛന്മാരായിരിക്കും, എല്ലാവരും നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. ചിലപ്പം നിങ്ങളുടെ കൂട്ടുകാരും പറയുന്നുണ്ടായിരിക്കും, നിനക്ക് ഫിനാൻസ് ഇല്ലല്ലോ, അല്ലെങ്കിൽ നിനക്ക് കേപ്പബിലിറ്റി ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി ഒരു ഭയങ്കര സങ്കടം വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്നൊക്കെ തളർന്നു പോവരുത്. ഓക്കെ, നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് ലോ ആയിട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നിങ്ങൾ ശരിക്കും മുമ്പോട്ട് വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സമയം എത്തുമ്പോൾ, ഒരു പോയിൻ്റ് എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാനിങ്ങനെ വാടക വീട്ടിൽ കിടന്നാൽ പോരാ, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. അതും ഒരു നല്ല വീട്, വാർത്ത വീട്, ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീട്, കറണ്ടും വെള്ളവും വഴിയും ഒക്കെ ഉള്ള ഒരു നല്ല വീട് വേണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രോപ്പർട്ടിയുടെ കാര്യം എനിക്കിങ്ങനെ പിന്നെയും ആരൊക്കെയോ ഒരു പ്രോപ്പർട്ടി മേടിക്കണം, ഒരു വീട് മേടിക്കണം എന്നുള്ള ഒരുപാട് ഇതിലിരിക്കുന്ന ആൾക്കാരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വീട് പണിയൊക്കെ നടത്തുന്ന ആൾക്കാരെ നമ്മളിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഒരു പ്ലഗ് കുത്തി വെക്കുന്ന പോലെ നിങ്ങൾ തന്നെ സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് അടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈഫ് പാറ്റേൺ മാറുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു പുതിയ വീട് വെക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ പുതിയ അഡ്രസ്സിൽ നിങ്ങളെ അറിയപ്പെടുന്നു. അതുമാത്രമല്ല, കൂടുതൽ പേരും നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളൊരു വലിയൊരു അടിത്തറ പാകിയ ഒരാളാണ്. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് പില്ലറായിട്ടൊക്കെയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ രക്ഷപ്പെടുന്നതോടുകൂടി നിങ്ങളുടെ ഫാമിലിയും രക്ഷപ്പെടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ സാധ്യമാകും എന്ന്. യൂണിവേഴ്സിന് ഒറ്റ നിമിഷം മതി ഇതെല്ലാം മാറ്റിയെടുക്കാൻ. ഓക്കെ, സോ ട്രസ്റ്റ് ദ പ്രോസസ്. ഓക്കെ, താങ്ക് യു.